തോട്ടത്തിനകത്തുള്ള നമ്മുടെ പാറക്കുഴിയാണ്. അതിനകത്താണ് നമ്മൾ മീൻ വളർത്തുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടത്തേക്ക് നല്ല അരുവിയൊക്കെ ഉണ്ട്. പോവാണ്. കൊണ്ട് ഏലക്കയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതാണ് ഏലക്ക. നല്ല രസമാണ് ഇതിൻ്റെ അകത്തൂടെ പോകുന്നത്. ഞങ്ങൾ ഇന്ന് ചൂണ്ടയിടാൻ വന്നിരിക്കുകയാണ് കുളത്തിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചൂണ്ടയിടയിൽ വീഡിയോ മൊത്തം കാണിക്കുന്നതായിരിക്കും, എന്തൊക്കെ മീൻ കിട്ടുന്നു ഇതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഏതായും കുറച്ച് മീനിൻ്റെ തീറ്റി ഉണ്ട്, പെല്ലറ്റ്, അതുകൂടെ കുഴച്ചിങ്ങനെ ഇടുക. ഇത് പുറത്ത് നേരെ ഇങ്ങനെ അങ്ങോട്ട് എറിയും. ഇവിടെ ഈ ഈ വലയുള്ളതുകൊണ്ട് വലിയ പാടാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം നമ്മൾ ചെയ്യാൻ. എന്നിട്ടിങ്ങനെ കൈ മുറി വെയിറ്റ് ഞാൻ പിടിച്ചുതരാം. ഉണ്ടോ, നല്ല ഉഗ്രം മീനാണ്, പിടയ്ക്കുന്ന മീൻ, കിടുകിട നല്ല മഞ്ഞ മുഴുത്ത തിലോപ്പിയാണ്. കൊള്ള അടിപൊളിയാണ്. ഇത് ഊരിയെടുക്കാൻ ഇച്ചിരി പാടാണ്. ഇവിടെ പിടിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് പിടിക്കണം. കേട്ടോ, ഇത് തെറിക്കുന്നുണ്ടോ, ഇത് പിടിക്കുമ്പോൾ നല്ല മുറുക്കി ഇങ്ങനെ പിടിക്കണം. ഇനിയിപ്പോൾ ഇവനനങ്ങത്തില്ല. കണ്ടോ, ഈ ഹോൾഡാണെങ്കിൽ മുള്ളു കൊള്ളത്തില്ല. നമ്മളപ്പോൾ വന്നിട്ട് പയ്യെ ചൂണ്ട ഇങ്ങനെ ഊരിയെടുക്കണം. ഇന്ന് എത്ര മീൻ കിട്ടും നീ പറ? 21 വരെ കിട്ടും. നീയോ? 25. 25. നമുക്ക് ആർക്കാ കിട്ടുന്നത് കേട്ടോ. കൊച്ചാ എത്ര മീൻ കിട്ടും ഇന്ന് ടോട്ടൽ? വലിയ സാധനം കിട്ടി. പൊട്ടത്തില്ല. ഞാൻ പിടിച്ചോളാം. പൊക്കത്തില്ല. അതാണ്ട കണ്ടോ, ഞാൻ കണ്ട. ഇതാണ് മോനെ സെറ്റപ്പ്. അടിപൊളി. അങ്ങനെ മോനെ നമ്മുടെ ഇന്നത്തെ ഫിഷിങ്ങിൻ്റെ മെയിൻ സാധനം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതോടുകൂടി ഞങ്ങൾ ഇന്നത്തെ ഫിഷിങ് നിർത്തുകയാണ്. കാരണം നമുക്ക് ഇന്നത്തേക്കുള്ളതായി കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത്ര തല തന്നെ എൻ്റെ കൈയുടെ അത്രയുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിന്ന് കണ്ടോ, ഇത് കണ്ടോ, ഇത്രയും വലിപ്പമാണ് സാധനം. അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തേക്കുള്ളതായി ഞങ്ങളതുകൊണ്ട് ചൂണ്ടയിടിയിലൊക്കെ നിർത്തി നേരെ പിന്നെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോവാം. കിട്ടിയ സിലോപ്പിയകളാണ്. കുറച്ച് വലുതും കുറച്ച് ചെറുതും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സെറ്റാക്കണം. മെയിൻ ഹണ്ടിങ് ഇതായിരുന്നു. ഇത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ മീനാണ്. 4.5 കിലോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. നല്ല വെട്ടി കഴുകി വരഞ്ഞങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മസാലയൊക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് പള്ളിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് നാളത്തേക്ക് നോമ്പ് വീടുകളിൽ നമുക്ക് ഇവനെ അങ്ങോട്ട് ചുട്ടെടുക്കാം. അപ്പം ശരി, ഇവനെ ചുടുന്നത് ഒരു അടുത്ത വീഡിയോ ആയിട്ട് അങ്ങിട്ടേക്കാം കേട്ടോ.